യഹ്ഫദില്ലാഹ യഹ്ഫദുക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ നിങ്ങളുടെ മുമ്പിൽ കണ്ടെത്താമെന്നും അല്ലാഹു പറയുന്നുണ്ട്. ലോകത്തുള്ള സർവരായ ആളുകൾ നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു സഹായവും ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ നാട്ടുകാരെല്ലാവരും തീരുമാനിച്ചു. നാട്ടുകാര് വിചാരിച്ചു നിങ്ങൾക്കൊരു വീടെടുത്തു തരാൻ. വലിയ പ്രയാസത്തിലാണല്ലോ, വലിയ കടത്തിലാണല്ലോ അയാൾക്കൊരു വീടെടുത്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം നാട്ടുകാര് നിങ്ങൾക്ക് വീടെടുത്ത് തരൂല എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും കൂടി പിരിവുണ്ടാക്കി വീടെടുത്തു. വീടിന്റെ പണിയെല്ലാം പൂർത്തിയായി. നാളെയാണ് താക്കോൽ ദാനം. അപ്പോഴേക്കും കമ്മിറ്റിയിൽ ചെറിയ പ്രശ്നമായി. എന്തിനാണ് അയാൾക്ക് കൊടുക്കുന്നത്? നാട്ടിൽ ഇതിനേക്കാളും അർഹതപ്പെട്ട വേറെ ആളുകളില്ലേ, അവർക്ക് കൊടുത്തൂടെ? അങ്ങനെ നാളെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് താക്കോൽ ലഭിക്കേണ്ടത്. അതിന്റെ സെക്കൻഡുകൾ മുമ്പ് അല്ലാഹു ആ താക്കോൽ നിങ്ങളിൽ നിന്നും മാറ്റി മറ്റൊരാളിലേക്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. ജനങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ അങ്ങനെയില്ല. എങ്കിൽ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടുകയേ ഇല്ല. അതേപോലെ തന്നെയാണ് ജനങ്ങളെല്ലാം നിങ്ങളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് കൊട്ടേഷൻ ഇട്ടു. നിങ്ങളെ വരുന്ന വഴിയിൽ കൃത്യമായി സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നത് ഈ സമയത്താണ്. ആ സമയത്ത് റോഡിന്റെ സൈഡിൽ നിന്നാൽ അയാളെ കാണാം, അയാളെ വെട്ടിക്കോളൂ എന്ന് കൊട്ടേഷൻ നൽകി. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുടെ കൈകളിലൂടെ കൊല്ലപ്പെടണമെന്നല്ല. അയാൾ പതിവ് പോലെ രാവിലെ കൃത്യസമയമാകുമ്പോഴേക്കും പറഞ്ഞ സമയത്ത് കൊട്ടേഷൻ സംഘങ്ങളെത്തി. അന്ന് കട്ടകാലത്തിന് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളും സുബഹി നിസ്കരിക്കാൻ എണീറ്റതേയില്ല. കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണത്. നിങ്ങളെ തൊടാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടായാലും എന്റെ റബ്ബിന്റെ തീരുമാനമാണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. സന്തോഷമുണ്ടായാൽ അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ദുഃഖമുണ്ടായാൽ അതും എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് നൽകുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ടോ, എന്റെ റബ്ബേ എനിക്ക് മാത്രം നീ നിഅമത്ത് തന്നത്? ാണ് വൈകുന്നേരങ്ങളിൽ നമ്മുടെ നായന്മാർ വാഹനം വാങ്ങാൻ അല്ലാഹു എനിക്കെന്തേ തൗഫീഖ് നൽകി. ആരാണ് ഇവിടെ ചിന്തിക്കുന്നത്? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? എനിക്ക് മാത്രം എന്തിനു നിഅമത്ത് തന്നു? വലിയ വീടെടുക്കാറുണ്ട് നമ്മൾ. 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ, 5,000ഉം 6,000ഉം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ നമ്മൾ നിർമ്മിക്കാറുണ്ട്. ആരെങ്കിലും അത് കഴിയുമ്പോൾ സ്വന്തമായിട്ടൊന്ന് ചോദിക്കാറുണ്ടോ, അല്ലാഹുവേ എനിക്ക് മാത്രം നീ എന്തേ ഇങ്ങനൊരു ചാൻസ് തന്നു എന്ന്? എന്റെ അയൽവാസികളുടെ വീട് എത്ര ചെറുതാണ്. എന്റെ കുടുംബത്തിൽ തന്നെ ചില ആളുകൾ കോട്ടേഴ്സ് താമസ വാടക വീട്ടിലാണുള്ളത്. അതേപോലെ തന്നെ ചില ആളുകൾ പീഡികത്തിന്മയിലും ബസ് സ്റ്റാൻഡിലും കിടന്നുറങ്ങുമ്പോൾ എനിക്ക് മാത്രം എന്തേ നീ സുഖം നൽകി എന്നാരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. ആ നമ്മൾക്ക് പിന്നെ പ്രയാസമുണ്ടാകുമ്പോ മാത്രം ചോദിക്കാൻ ആരാ സമ്മതം തന്നു? ഒരു രോഗം വരുമ്പോ അതെന്താ എനിക്ക് മാത്രം രോഗം തന്നു? ഒരു കടം വരുമ്പോ അതെന്താ എനിക്ക് മാത്രം കടം വന്നു? വീട് നഷ്ടപ്പെട്ടു, പ്രളയം വന്നു, എന്തെങ്കിലും ദുരിതങ്ങൾ വന്നു, വീട് തകർന്നു പോയി, വലിയൊരു ഇടി വന്നിട്ട് വീട് തകർന്നു പോയി, ആകെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഒരു 1,500 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്, അത് 2 വർഷം 1 വർഷം താമസിച്ച് പൊതി തീരുന്നതിന് വലിയൊരു ഇടി വീണു, വീട് പോയി. അല്ലെങ്കിൽ ഒരു മിന്നൽ വന്നു, വീട് കത്തി, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, വീട് കത്തിപ്പോയി. അപ്പൊ നമ്മൾ ചോദിക്കൂലേ, അതെന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ പരീക്ഷണം, എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ അസുഖങ്ങൾ? എന്നിട്ടോ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. മക്കളാണെങ്കിൽ SSLC ആകുമ്പോഴേക്കും തോറ്റിട്ട് തിരിച്ചു വരികയാണ്. ഗൾഫിലേക്ക് പോയി ജോലിയില്ലാതെ തിരിച്ചു വരികയാണ്.
ആ സമയത്ത് ചോദിക്കരുത്, എന്താ റബ്ബേ എന്നെ മാത്രം നീ ഇങ്ങനെയാക്കിയത്, എനിക്ക് മാത്രം നീ എന്താ പരീക്ഷണങ്ങൾ നൽകി എന്ന് ചോദിക്കാൻ പാടില്ല. അമേരിക്കയുടെ പ്രശസ്തനായ ഒരു കളിക്കാരനുണ്ട്, കറുത്ത വർഗക്കാരനാണ് അയാൾ. ആർതർ ആഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എത്രയോ അവാർഡുകൾ വാങ്ങിച്ച ലോകത്തിലെ നമ്പർ 1 കളിക്കാരനാണ് അദ്ദേഹം. 1970-കളിൽ 1ാം റാങ്ക് നിരന്തരമായി 3 വർഷത്തോളം വാങ്ങിച്ചൊരു കളിക്കാരനാണ് അദ്ദേഹം. ഗ്രാൻഡ് സ്ലാം അവാർഡുകൾ, വിംബിൾഡൺ അവാർഡുകൾ, വലിയ വലിയ ടൂർണമെന്റുകളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് തന്നെ അമേരിക്കയിൽ ഒരു കറുത്ത വർഗക്കാരൻ കളിയിലേക്ക് ഒരു പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയറായി മാറാൻ തന്നെ എത്രയോ വെല്ലുവിളികൾ നേരിടാനുണ്ട്. ഒരു കറുത്ത വർഗക്കാരനെ ഈ ഒബാമയിലൂടെയാണ്, മാർട്ടിൻ ലൂതർ കിങ്ങിലൂടെയാണ് കറുത്ത വർഗക്കാർക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായത്. എന്നാൽ ഒരു കറുത്ത വർഗക്കാരന് വളരാൻ അവസരമില്ലാത്ത അമേരിക്കയിൽ ഈ കറുത്ത വർഗക്കാരനാണ് വർഷങ്ങളോളം ഏറ്റവും പ്രശസ്തനായ കളിക്കാരനായി, ലോകത്തെ പ്രഗത്ഭനായ കളിക്കാരനായി മാറിയത്. അദ്ദേഹത്തിനാണ് വലിയൊരു അസുഖം, ക്യാൻസർ പോലെയുള്ള വലിയൊരു അസുഖം പിടിപെട്ടത്. അദ്ദേഹത്തിന്റെ കരിയർ തന്നെ നിർത്തേണ്ടി വന്നു. ഈ ഒരു രോഗം കാരണം കളി തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോഴാണ് ഒരു ആരാധകൻ അദ്ദേഹത്തിന് കത്തെഴുതുന്നത്, എന്റെ ദൈവം നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു രോഗം തന്നു. Why does God select to use such a bad disease? ഇത്രയും മാരകമായ ഒരു രോഗം എന്തിന് ദൈവം നിങ്ങൾക്ക് തന്നു? വേറെ എത്ര ആളുകൾ ഇവിടെ ഉണ്ട്? ഇവിടെ കോടിക്കണക്കിന് ആളുകളിൽ ഈ രോഗം നിങ്ങൾക്ക് നൽകണമായിരുന്നോ? ഒരു ആരാധകൻ കത്തെഴുതുകയാണ്. അപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. വൈ മീ, എന്തിനാണ് എന്നെ മാത്രം തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം കോടിക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ കളിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എനിക്ക് കളിക്കാൻ പഠിച്ചു, കളിക്കാൻ അറിഞ്ഞു. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരു കളിക്കാരനായി ഞാൻ വളരുകയുണ്ടായി. അപ്പോഴൊന്നും ഞാൻ ചോദിച്ചില്ല എനിക്ക് മാത്രം എന്തേ കളി പഠിപ്പിച്ചത് എന്ന്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് പ്രഗത്ഭരായ ഈ റാക്കറ്റുമായി, ടെന്നീസ് ബാറ്റുമായി കോർട്ടിൽ പോയി കളിക്കാൻ 50,000 ആളുകൾക്കാണ് അവസരമുള്ളത്. അതിലും എന്റെ ദൈവം എന്നെ ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോഴും ഞാൻ ചോദിച്ചില്ല വൈമി, എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന്. അതേപോലെ തന്നെ 50,000-ൽ നിന്ന് 1,000 ആളുകളാണ് പ്രൊഫഷണൽ കളിക്കാരായി മാറുന്നത്. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ മാത്രം എന്തിന് തെരഞ്ഞെടുത്തു എന്ന്. കോടിക്കണക്കിന് ആളുകൾ ഇവിടെ കളിക്കാൻ പോലും കഴിയാതെ ജീവിക്കുമ്പോ ഒരു പ്രൊഫഷണൽ അറിയപ്പെട്ട പ്രശസ്തനായ ഒരു കളിക്കാരനായി ഞാൻ മാറി. അപ്പോഴും ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചില്ല എന്നെ മാത്രം തെരഞ്ഞെടുത്തു എന്ന്. എന്നിട്ട് ആ 5,000-ൽ നിന്ന് 50 ആളുകൾക്കാണ് പ്രത്യേകമായ പ്രഗത്ഭമായ ടൂർണമെന്റുകളിൽ കളിക്കാൻ അവസരമുണ്ടാകുന്നത്. അതിലൊരാളായി എന്റെ ദൈവം തെരഞ്ഞെടുത്തു. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ മാത്രം തെരഞ്ഞെടുത്തത് എന്ന്. ആ 50 ആളുകളിൽ 4 പേരാണ് സെമി ഫൈനലുകളിലേക്ക് എത്തുന്നത്. അതിലും ഒരാളായി എന്റെ റബ്ബ് എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ മാത്രം എന്നെ തെരഞ്ഞെടുത്തു എന്ന്. ലോകത്തുള്ള ആളുകൾ ചുരുങ്ങി വന്നു. ഇതാ 4 ആളുകളായി മാറിയിരിക്കുകയാണ്. ആ 4 ആളിൽ എന്റെ ദൈവം എന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ തെരഞ്ഞെടുത്തു എന്ന്. ആ സെമി ഫൈനൽ കഴിയുമ്പോഴേക്കും ഞാൻ ഫൈനലിലെത്തി. 2 പേരാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഏറ്റുമുട്ടിയിട്ട് 2 ആളുകളായി ചുരുങ്ങി. അതിലൊരാൾ ഞാനാണ്. അപ്പോഴും ഞാൻ ചോദിച്ചില്ല ഇത്രയും കോടിക്കണക്കിന് ആളുകളിൽ ഒരാളായി എന്നെ തെരഞ്ഞെടുത്തു എന്ന്. അവസാനം ഞാൻ തന്നെ വിജയിയായി. എന്നിട്ട് ആ കപ്പ് പിടിച്ച് ഞാൻ ചുടുചുംബനം നൽകുമ്പോ ലോകത്ത് ആകെ ഒരു കളിക്കാരനായി വിജയിയായി. എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തപ്പോഴൊന്നും ഞാൻ ചോദിച്ചില്ല ദൈവമേ എന്നെ എന്തിന് തെരഞ്ഞെടുത്തു എന്ന്. എന്നാൽ സന്തോഷ ദിവസങ്ങളിൽ, സന്തോഷ സമയങ്ങളിലൊന്നും ദൈവത്തെ ഓർക്കാതെ ഞാൻ, എനിക്കൊരു അസുഖം വരുമ്പോൾ മാത്രം അള്ളാഹുവിനോട്, ദൈവത്തോട് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് മാത്രം എന്തിനീ അസുഖം തന്നു എന്ന്. ഇദ്ദേഹം ഒരു മുസ്ലിം അല്ലെങ്കിലും പഠിക്കാനുണ്ട് നമ്മൾക്ക് പാഠങ്ങൾ. സന്തോഷമുള്ള സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറില്ല.
സന്തോഷമുള്ള സമയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനെ ഓർക്കാറില്ല. എന്നാൽ ഒരു മുസ്ലിം അങ്ങനെയാവാൻ പാടില്ല. അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുകയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സാബത്തുഹു സറാഉ ശകർ, ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടായാൽ അയാൾ വേഗം സുജൂദിൽ കിടക്കുമെന്നാണ്. സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുമെന്നാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു നിഅമത്ത് കൂടുതൽ നമ്മൾക്ക് കിട്ടിയാൽ ഉടനെ സുജൂദിൽ വീഴണം. നിഅമത്തിന് നന്ദിയായിട്ടൊരു നന്മ നമ്മൾ കൂടുതൽ ചെയ്യണം. ഫലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. വീടെടുത്തു, നല്ലൊരു വീട്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അന്ന് മുതൽ നിങ്ങൾ നന്ദി, അള്ളാഹുവിനുള്ള നന്ദിയായിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വീട്, കടവും ബാധ്യതകളൊന്നും ഇല്ലാതെ ഒരു വീടെടുക്കാൻ, ഇനി കടമുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു വീട് സ്വന്തമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ലേ, അൽഹംദുലില്ലാഹ്. ഇന്ന് മുതൽ ഞാൻ നന്ദി സൂചകമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കാം. അന്ന് മുതൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. അള്ളാഹുവിനുള്ള നന്ദി സൂചകമാണത്, അള്ളാഹുവിനോടുള്ള നന്ദിയാണത്. അതുകൊണ്ടുള്ള നേട്ടം എന്തെന്നറിയോ? നിങ്ങൾക്ക് താമസിയാതെ ഇതിനേക്കാളും വലിയൊരു നിഅമത്ത് അല്ലാഹു തരും. നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചു, ആർക്കും എത്ര ആളുകൾക്ക് ഒരു വണ്ടിയില്ല. അൽഹംദുലില്ലാഹ്, ഇതിനൊരു ശുക്റായി ഞാൻ എല്ലാ ദിവസവും ഇനി മുതൽ ഒരു ജുസ് ഖുർആൻ ഓതാൻ തീരുമാനിച്ചു. ഒരു ജുസ്, അല്ലാഹു തന്നൊരു നിഅമത്തിന് നന്ദി, ഒരു ജുസ് ഖുർആൻ. നിങ്ങളുടെ ഒരു ഷോപ്പ് തുടങ്ങി, ഒരു കച്ചവടം, നല്ല ലാഭം ഉണ്ടായി, അൽഹംദുലില്ലാഹ്, ഇന്ന് മുതൽ ഞാൻ അതിന് നന്ദിയായിട്ടൊരു ദുആ നിസ്കരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഏത് നന്മകൾ നമ്മൾക്കുണ്ടായാലും അതിനൊരു ശുക്റായി ഒരു നന്മയെങ്കിലും കൂടുതൽ ചെയ്താൽ, നന്ദിയായിട്ട് ഒരു നന്മ, ഒരു സ്വലാത്ത് കൂടുതൽ ചൊല്ലിയാൽ മതി. എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലുന്നവരാണ്, അല്ലാഹു ഇങ്ങനെ ഒരു സൗകര്യം തന്നില്ലേ, ഒരു 101 സ്വലാത്ത് ഞാൻ ഇന്ന് ചൊല്ലും. ചെല്ലാത്തവരാണ്, ഞാൻ ഇന്ന് മുതൽ 100 സ്വലാത്ത് ചെല്ലാൻ തുടങ്ങും. ഇസ്തിഗ്ഫാർ ഒരു 100 ഞാൻ ചെല്ലാൻ തുടങ്ങും. സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് ഞാൻ നിസ്കരിക്കാൻ തുടങ്ങും. ദുഹറിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങും. ഇങ്ങനെ നിഅമത്തുകൾ അല്ലാഹു തരുന്നതിനനുസരിച്ച് നമ്മുടെ ഇബാദത്തിൽ വർധനവുണ്ടാവണം. എങ്കിൽ അല്ലാഹു തന്നുകൊണ്ടേയിരിക്കും, നമ്മുടെ ഇബാദത്ത് കൂടിക്കൊണ്ടേയിരിക്കും. പൈസ കൂടുന്നതിനനുസരിച്ച് നമ്മൾ നല്ലൊരു ആബിദും മുത്തഖിയുമായി മാറും. അതിനനുസരിച്ച് അല്ലാഹു കൊണ്ടും തരും. അല്ലാഹു കുറക്കുലന. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? നിഅമത്ത് കിട്ടുന്നതിനനുസരിച്ചിട്ട് പടച്ചോനെ നമ്മൾ മറക്കലല്ലേ, അല്ലേ? പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ ബാദ് ഉണ്ടാവൂല, പിന്നെ ഹദ്ദാദ് ഉണ്ടാവൂല, പിന്നെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ വരൂല, ജമാഅത്തിന് വരൂല. പിന്നെ അങ്ങനെ റോഡ് സൈഡിലും ക്ലബിലും കാലും നീട്ടിരുന്നിട്ട് മസാല പറയാൻ തുടങ്ങും. മൗലവിമാരെക്കാൾ ഉഷാറായിട്ട് മസാല പറയാൻ തുടങ്ങും. പള്ളിയിലുള്ള മൗലവിമാരെ വേദൊന്നും കേൾക്കൂല. എന്താ മസാല ഇയാൾ പറയും, പൈസ കൂടുന്നതിനനുസരിച്ച് മസാല കൂടാ, പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് ഫത്വ പറയാൻ തുടങ്ങും. പൈസ എന്ന് പറഞ്ഞാൽ കിതാബ് എന്ന് വിചാരിച്ചു ആൾക്കാർ. ഈ പൈസ കൂടെന്ന് പറഞ്ഞാൽ കിതാബ് ഓതി പഠിക്കലാണോ? മുതലാളിമാർക്ക് ഫത്വ കൂടുതലുണ്ടാവും. തമാശയൊന്നുമല്ല, എനിക്കറിയാം. എത്രയും മുതലാളി പൈസ കൂടിയോ പിന്നെ അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായം, സ്വന്തമായിട്ട് ദീനിൽ മസാല. എന്റെ 4 പൈസ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞ ആരും കേൾക്കുന്നുള്ള ചിന്തയാണ്. അത്തരം ആളുകളെ പുച്ഛിച്ച് തല്ലാനും നമ്മൾ തയ്യാറാവണം. മുഖം നോക്കിയിട്ട് പറയാനും നമ്മൾ തയ്യാറാവണം. അവരെ മസാലൊക്കെ വീട്ടിൽ വെക്കാൻ പറഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞാൽ അല്ലാഹു ആർക്കും കൊടുക്കുന്നതാണ്. അതിനുശേഷം വിഷയങ്ങളൊക്കെ ഞാൻ പറയാം, ആർക്കൊക്കെ പൈസ കൊടുക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നത്, പൈസ ഒന്നുമല്ല. പൈസ കിട്ടിയെന്ന് വെച്ച് വലിയ ഇഷ്ടക്കാരനല്ല, പടച്ചോന്റെ ഇഷ്ടക്കാരനായതുകൊണ്ട് അല്ലാഹു പൈസ കൊടുത്തതുമല്ല. ഒരാളെ ദരിദ്രനാക്കിയെന്ന് വിചാരിച്ച് അല്ലാഹുക്ക് ദേഷ്യമുള്ളത് കൊണ്ട് ദരിദ്രനാക്കിയതല്ല. അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിഅമത്ത് അല്ലാഹു തന്നാൽ അതിനൊരു ശുക്ർ നമ്മൾ ചെയ്തേക്കണം. എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോഴേക്കും സുജൂദിൽ കിടക്കണം. നമ്മൾ അല്ലാഹുവിനോട് നന്ദിയായിട്ട് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയണം. എന്തെങ്കിലും ഒരു നന്മയിൽ നമ്മൾ വർധനവുണ്ടാക്കണം, എന്തെങ്കിലും ഒരു നന്മ നമ്മൾ വർദ്ധിപ്പിക്കണം. എന്നാൽ അസീദന്നകും, നിങ്ങൾക്ക് ഞാൻ കൂടുതൽ തരാമെന്നാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്. വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബീ ലശദീദ്, ഞാൻ നിങ്ങളെ വെറുതെ വിടൂല, ഞാൻ നിങ്ങളെ വെറുതെ വിടൂല. അല്ലാഹുവിന്റെ താക്കീതാണിത്.
അള്ളാഹു നിഅമത്തുകൾ നൽകി നന്ദി കേട് കാണിക്കുന്നുണ്ട്. പൈസ കൂടുന്നതിനനുസരിച്ച് അഹങ്കാരം കൂടിയാൽ, സമ്പത്ത് കൂടുന്നതിനനുസരിച്ച്, സൗകര്യം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ശക്തി കൂടി വന്നാൽ, നിങ്ങൾ അഹങ്കാരികളായി ധിക്കാരികളായി മാറിയാൽ, ഉസ്താദുമാരെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല, ആലിമീങ്ങളെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല, ആലിമീങ്ങൾക്കെതിരെ കുതിര കയറാനാണ് നിങ്ങളുടെ തയ്യാറെടുപ്പെങ്കിൽ, ഈ സമ്പത്തിനും ഈ ഐശ്വര്യത്തിനും ഈ നിഅമത്തിനും താൽക്കാലികമായ നിലനിൽപ്പേയുള്ളൂ. പെട്ടെന്ന് അല്ലാഹു കൊണ്ടുപോകും. പെട്ടെന്ന് അല്ലാഹു മാരകമായ രോഗങ്ങൾ നൽകും. നിങ്ങളുടെ സമ്പാദ്യം ഒന്ന് ആസ്വദിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മാരകമായ അസുഖങ്ങൾ നൽകും. വലിയ വീടുണ്ടാകും, വലിയ വാഹനങ്ങൾ ഉണ്ടാകും, എന്നാൽ മര്യാദയ്ക്കൊരു ഭക്ഷണം പോലും തിന്നാൻ കഴിയില്ല. തിന്നാൻ കഴിയാത്തവന് എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? എന്തിനാണ് ഇവിടെ ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്? എന്തിനാ ഇവിടെ ആളുകളൊക്കെ പോയി ജോലി ചെയ്യുന്നതിന്? തിന്നാനല്ലേ? തിന്നാൻ വേണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും കഷ്ടപ്പെടും? മനുഷ്യന് തിന്നാൻ വേണ്ട, വായു തിന്നാൻ കഴിയുമെങ്കിൽ ആരെങ്കിലും അധ്വാനിക്കാൻ പോകും. ഒരു വീട് എടുത്തിട്ട് മിണ്ടാണ്ടിരിക്കൂലേ? ഉറങ്ങാൻ വേണ്ടി ഒരു വീട് മിണ്ടാണ്ടിരിക്കൂലേ? ആരെവിടെ അധ്വാനിക്കാൻ പോവുക? തിന്നാൻ വേണ്ടിയിട്ട് ആളുകൾ അധ്വാനിക്കുന്നത്. എന്നാൽ പൈസയും കൂടി വീടുമായി വണ്ടിയായി തിന്നാൻ കഴിയില്ലേ? പരീക്ഷണമാണത്. അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളാണത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു നിഅമത്തുകൾ നൽകുമ്പോൾ നമ്മൾ ശുക്ർ ചെയ്യുകയും അതിനു പകരം നന്ദി കേട് കാണിച്ചാൽ, ഇന്ന അദാബീ ലശദീദ്, ഞാൻ വെറുതെ വിടൂല, എന്റെ ശിക്ഷ വല്ലാത്ത ശിക്ഷയായിരിക്കും, നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആലോചിക്കണം, നമ്മൾ മഹാന്മാരായ പ്രവാചകന്മാരുടെ ഓരോ നാടുകളെ കുറിച്ചും ഓരോ സംഭവങ്ങളെ കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, നബിയേ നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ, നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് സമുദായത്തിലേക്ക് പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാർ അല്ലാഹു ഇറക്കി കൊടുത്ത ഓരോ സമുദായം, വ്യത്യസ്ത അനുഭവങ്ങൾക്ക് മുമ്പുള്ള സമുദായം, അവർക്കൊക്കെ അല്ലാഹു തആല ഓരോ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ, അവർക്ക് അല്ലാഹു പ്രയാസങ്ങൾ നൽകിയത് എന്തിനാണ്? ലഅല്ലഹും യതളറഊൻ, ഖേദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്, അല്ലാഹുവിലേക്ക് താണുകേണ് മടങ്ങാൻ വേണ്ടിയാണ്. അഥവാ നമ്മൾക്കൊരു രോഗമുണ്ടായാൽ അത് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു ആണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഉണ്ടോ? ഒരു രോഗം വന്നാൽ അത് അല്ലാഹുവിലേക്ക് താണുകേണ് മടങ്ങാൻ അല്ലാഹു നമ്മൾക്ക് നൽകുന്നൊരു അവസരമാണ്. ഒരു 60 വയസ്സായ ഒരാൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ക്യാൻസർ വന്നിട്ടുണ്ട്, ഇനി മരുന്നെടുത്തിട്ട് കാര്യമില്ല. സത്യത്തിൽ അത് അയാൾക്കൊരവസരമാണ്. എന്തിനുള്ള അവസരം? നിങ്ങൾക്ക് 4th സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, ഇനി മരുന്നുകൾ ഫലിക്കൂല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ജനങ്ങളോടൊക്കെ സലാം പറഞ്ഞ് പിണങ്ങിയവരോട് സംസാരിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും വാക്കിനാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഒരു അരുതായ്മകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം പൊരുത്തം ചോദിച്ച് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളിലെല്ലാം അള്ളാഹുവിനോട് താണുകേണ് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സുവർണാവസരമാണത്. എന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞ് മരണപ്പെടുന്ന സമയത്ത് ഒരു തെറ്റുപോലുമില്ലാതെ ഒരു പാപം പോലുമില്ലാതെ പുഞ്ചിരിച്ച് മരണപ്പെടാനുള്ള ചാൻസ് ആണത്. നഷ്ടപ്പെടുത്തരുത്. ഇത് അള്ളാഹു രോഗങ്ങൾ നൽകുന്നത്, സാമ്പത്തികമായ പ്രയാസങ്ങൾ നൽകുന്നതൊക്കെ എന്തിനാണ്? ലഅല്ലഹും യതളറഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് താണുകയാണ്, വിനയാന്വിതനായി നിങ്ങൾ മടങ്ങട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ്, അതിനുവേണ്ടിയാണ്. ഒരു പരീക്ഷണം വരുമ്പോ മനസ്സിലാവും, എന്റെ അഹങ്കാരം കൊണ്ട് എനിക്ക് റബ്ബ് തന്നതാണ്. ഒരു പാഠമാണ് നമ്മൾക്ക്. അസുഖങ്ങൾ വരുമ്പോ അതൊരു പാഠമാണ്, റബ്ബിലേക്ക് മടങ്ങാനുള്ള പാഠം. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ, എന്റെ ഈ പരീക്ഷണങ്ങൾ അവരിലേക്ക് വന്നപ്പോ തളറഉ, അവർക്ക് വിനയാന്വിതനായി താണുകേണ് എന്നിലേക്ക് മടങ്ങാമായിരുന്നില്ലേ?
തലവേദനകൾ, നിരന്തരമായ അസുഖങ്ങൾ, ജീവിതത്തിലെ ടെൻഷനുകൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടായപ്പോ എന്നിലേക്ക് താണുകേണ് മടങ്ങാമായിരുന്നില്ലവർക്ക്. ഇരു കൈകളും ഉയർത്തി എന്നോട് ദുആ ചെയ്യാമായിരുന്നില്ല, എന്നിലേക്ക് പ്രാർത്ഥിക്കാമായിരുന്നില്ല. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റുകൊണ്ട് അല്ലാഹു ഉത്തരം നൽകുന്ന സമയമാണ് തഹജ്ജുദിന്റെ സമയം. ആ സമയത്ത് എണീറ്റുകൊണ്ട് അല്ലാഹുവേ എന്റെ പാപങ്ങൾ നീ പൊറുത്തു താ അല്ലാഹ്, എന്റെ പ്രയാസങ്ങൾ നീ തീർത്തു താ റബ്ബേ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എന്നാണ് പറഞ്ഞത്. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം വേണമെങ്കിലും എന്നോട് സഹായം ചോദിച്ചോളൂ എന്നാണ് അല്ലാഹു പറഞ്ഞത്. രാത്രി തഹജ്ജുദിന്റെ സമയങ്ങളിൽ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ അല്ലാഹു പരിഹരിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടെയുള്ളൂ. എന്ത് ചോദിച്ചാലും ഉത്തരം നൽകാൻ തയ്യാറായ റബ്ബുണ്ട്. ചോദിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്ന് മാത്രമാണ്. അതാണ് അല്ലാഹു പറയുന്നത്, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം തളറഉ, എന്നിലേക്ക് വിനയാന്വിതനായി താണുകേണ് ദുആ ചെയ്തവർ മടങ്ങിയിരുന്നുവെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളിൽ പരിഹാരം ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ കാഠിന്യമുള്ള ഹൃദയമായി, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അവർക്ക് ദുആ ചെയ്യണമെന്ന് തോന്നിയില്ല. ദുആ ചെയ്യാൻ തോന്നണമെങ്കിൽ ഇതിന്റെ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയണ്ടേ. അസുഖമുണ്ടാകുമ്പോ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയണ്ടേ. സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയണ്ടേ. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോ എന്റെ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയണ്ടേ. വലാകിൻ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്ത ഹൃദയങ്ങളായി മാറി. എന്നിട്ട് പിശാച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നല്ല പ്രവർത്തനങ്ങളായി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, അവരെ ഞാൻ പറഞ്ഞു കൊടുത്ത വിഷയങ്ങൾ അവർ മറക്കാൻ തുടങ്ങിയാൽ, എന്റെ ഉപദേശങ്ങൾ അവർ മറക്കാൻ തുടങ്ങിയാൽ, എല്ലാ സൗകര്യങ്ങളും ഞാൻ അവർക്ക് കൊടുക്കും. സമ്പത്ത് വേണോ സമ്പത്ത് കൊടുക്കും, വീട് വേണോ വീട് കൊടുക്കും, മക്കളെ വേണോ മക്കളെ കൊടുക്കും, വാഹനം വേണോ വാഹനം കൊടുക്കും, കച്ചവട സ്ഥാപനങ്ങൾ വേണോ അതും കൊടുക്കും. എല്ലാ സൗകര്യങ്ങളുടെയും വാതായനങ്ങൾ ഞാൻ തുറന്നു കൊടുക്കുമെന്നാണ്. അവൻ ആഗ്രഹിച്ചതൊക്കെ വാങ്ങാൻ കഴിയും, അവൻ ആഗ്രഹിച്ചതൊക്കെ നേടാൻ കഴിയും, അവൻ ആഗ്രഹിച്ചതൊക്കെ, അവൻ ഉദ്ദേശിച്ചതൊക്കെ അവൻ ഉൾക്കൊള്ളാനും അവൻ സ്വീകരിക്കാനും ആസ്വദിക്കാനും കഴിയും. പക്ഷേ ഈ സുഖവും സൗകര്യങ്ങളും അവരിങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്നൊരു പിടി ഞാൻ അവരെ പിടിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് സൂചന നൽകുന്നത്. എന്ത് വേണമെങ്കിലും മുമ്പിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോടൊക്കെ പറയാനുള്ളത്, 2 ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ രാത്രി 8:30 മണിക്ക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളും ആഭാസം കാണിക്കുന്നത് രാത്രി 8:30 മണിക്ക്. ഇത് സെന്റ് ഓഫിന്റെ കാലമാണ്. ഇത് സെന്റ് ഓഫിന്റെ കാലമാണെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. സ്കൂളിൽ സെന്റ് ഓഫുകൾ നടക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ സെന്റ് ഓഫ് നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിലേക്ക് 100% കൂളിംഗുമായി നമ്മുടെ മക്കൾ വണ്ടിയുമായി കോളേജിലേക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിൽ 30% പോലും അനുവദിച്ചിട്ടില്ല കൂളിംഗ്. നമ്മുടെ ക്ലാസുകൾ കറുപ്പിക്കുന്നത്, സ്റ്റിക്കർ ചെയ്യുന്നത്, കൂളിംഗ് ചെയ്യുന്നത് 30% പോലും അനുവദിച്ചിട്ടില്ല. എന്നാൽ ഒരു 2000 രൂപ കൊടുത്താൽ, ഒരു 3000 രൂപ കൊടുത്താൽ വണ്ടി മുഴുവനും 100% കൂളിംഗ് നൽകും. അള്ളാഹു നമ്മൾക്ക് സമ്പത്ത് നൽകിയതിന്റെ അഹങ്കാരമാണത്. വൈകുന്നേരമാകുമ്പോഴേക്കും ആ കൂളിംഗ് പറിച്ചു മാറ്റും. കാരണം പോലീസ് പിടിച്ചാൽ അത് പ്രശ്നമാണ്. എന്ത് ചെയ്യൂ നമ്മുടെ മക്കൾ? അന്ന് രാവിലെയാകുമ്പോഴേക്കും മുഴുവൻ 100% കൂളിംഗ് ചെയ്ത് വണ്ടികൾ കോളേജുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. സെന്റ് ഓഫ് ആയതുകൊണ്ട് അധ്യാപകർ അവരെ തടയുന്നില്ല. സെന്റ് ഓഫ് അല്ലേ, SSLC-യിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അടുത്ത വർഷമില്ലല്ലോ, ഇനി അവരെ വേദനിപ്പിക്കണ്ട, ഇനി അവരെ പറയണ്ട, അവരെ ചീത്ത പറയണ്ട എന്ന് വിചാരിച്ച് അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം സ്കൂളിൽ നിന്നുള്ള അധ്യാപകർ നൽകുന്നുണ്ട്. SSLC
SSLC ആയാലും ശരി, +2 ആയാലും ശരി, ഡിഗ്രി ആയാലും ശരി, എന്നിട്ട് സെന്റ് ഓഫ് ആണെന്ന് പറഞ്ഞിട്ട് സ്കൂളിന്റെ കലാലയങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങൾ കയറ്റിയിട്ട് അതിലേക്ക് അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ കയറ്റിയിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങുകയാണ്. അകത്തു നടക്കുന്നത് എന്താണെന്ന് പുറത്തു നടക്കുന്നവർക്കറിയാത്ത രീതിയിൽ 2, 3, 4 സ്ത്രീകളും 2, 3, 4 ചെറുപ്പക്കാരും വണ്ടിയുടെ അകത്തേക്ക് കയറുന്നത്, എന്നിട്ട് അങ്ങാടികളിലൂടെ കറങ്ങുന്നത് 1 അല്ല 2 അല്ല, ഒരുപാട് വാഹനങ്ങൾ. ഇത്തരം വാഹനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, കലാലയങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ പെൺമക്കളുടെ ചാരിത്രം നഷ്ടപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷമോ അതിന്റെ മുമ്പുള്ള വർഷമോ കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു സ്ഥാപനത്തിന്റെ കഥയാണ്. ഇത് തന്നെയാണ് നമ്മുടെ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സെന്റ് ഓഫിനാണെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോ ആലോചിക്കണം എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. രാത്രി 8:30 മണിക്ക് പ്രധാനപ്പെട്ട നഗരത്തിൽ 2 ദിവസം മുമ്പ് ആൺകുട്ടികളും പെൺകുട്ടികളും കാണിച്ചു കൂട്ടുന്നത് അവിടെ സ്വതന്ത്രമായി നടക്കുന്ന ആളുകൾക്ക് പോലും ദഹിക്കുന്നില്ല. എന്താണ് ഇവർ ചെയ്തു കൂട്ടുന്നത്? ലജ്ജ എന്ന് പറയുന്നത് അല്ലാഹു സ്ത്രീകളിൽ നിന്ന് ഉയർത്തിയൊരു കാലമാണെന്നതിൽ ആർക്കും ഇവിടെ സംശയമില്ല. കാരണം ഇദാ കാന ആഖിറുസ് സമാൻ, അവസാന കാലഘട്ടമായാൽ യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകൾക്ക് ലജ്ജയുണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, സ്ത്രീകൾക്ക് നാണമുണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, രക്ഷിതാക്കളെ, നിങ്ങൾക്കും നാണമില്ലേ? നിങ്ങൾക്കും ലജ്ജയില്ലേ? 8:30 മണിക്കൊക്കെ നഗരങ്ങളിൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടെ ലാവിഷായി അടിച്ചു പൊളിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾക്ക് സമ്മതം നൽകുന്നത്? നിങ്ങൾക്ക് അവരിലുള്ള വിശ്വാസമാണോ? മക്കൾ ചോദിക്കും, അവരെ ഫോൺ ചെയ്താൽ എന്തേ എന്നെ വിശ്വാസമില്ലേ എന്ന്. വേഗം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ മക്കൾ പറയും എന്തേ എന്നെ വിശ്വാസമില്ലേ എന്ന്. ബാഗ് ചെക്ക് ചെയ്താൽ മക്കൾ പറയും എന്നെ വിശ്വാസമില്ലേ എന്ന്. സ്കൂളിലേക്ക് ഫോൺ ചെയ്താൽ മക്കൾ പറയും വിശ്വാസമില്ലേ എന്ന്. അത് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, നിങ്ങളിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. സാഹചര്യങ്ങളാണ് മനുഷ്യനെ വഴികേടിലേക്ക് നയിക്കുന്നത്. സാഹചര്യങ്ങളാണ് മനുഷ്യനെ വ്യഭിചാരിയാക്കുന്നത്. സാഹചര്യമാണ് മനുഷ്യനെ കഞ്ചാവിന്റെയും കള്ളിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാക്കി മാറ്റുന്നത്. സാഹചര്യങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കള്ള് കുടിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് അല്ല, സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കുടിക്കാത്തത്. നിങ്ങൾ ഇവിടെ വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് അല്ല, സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് വ്യഭിചരിക്കാത്തത്. എന്നാൽ ഓരോ ആളുകൾ വിചാരിക്ക്, ഓരോ ആളുകൾ സ്വന്തത്തെ കുറിച്ച് ആലോചിച്ചു നോക്ക്. ആരും അറിയാതെ, ആരും കാണാത്തൊരു സ്ഥലത്ത് വ്യഭിചരിക്കാൻ ഒരു ചാൻസ് ഉണ്ടായാൽ വ്യഭിചരിക്കാതെ മാറി നിൽക്കുമോ ഇല്ലേ എന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ ഒരു അവസരത്തിൽ മാറി നിന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ ക്രെഡിറ്റ് പറയാനുള്ളൂ. ഇവിടെ ക്രെഡിറ്റ് പറയാനും അഭിമാനിക്കാനും അവസരമുള്ളത് സാഹചര്യമുണ്ടായിട്ട് മാറി നിൽക്കുന്ന ആളുകൾക്കാണ്. സാഹചര്യമുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ വ്യഭിചരിച്ചില്ല. സാഹചര്യമുണ്ടായാൽ ഏത് മൊയ്ലാമാരിൽ നിന്നും ഏത് പ്രഭാഷകന്മാരിൽ നിന്ന് വരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യലാണ് രക്ഷിതാക്കളുടെ പണി. രക്ഷിതാക്കളുടെ ഉത്തരവാദപ്പെട്ട ബോധം എന്ന് പറയുന്നത്, മക്കള് സിനിമ കാണാൻ പഠിക്കുന്നത് വീട്ടിൽ വെച്ചല്ല, മക്കള് കഞ്ചാവ് പഠിക്കാൻ പഠിക്കുന്നത് വീട്ടിൽ വെച്ചല്ല, മക്കള് പ്രണയിക്കാൻ പഠിക്കുന്നത് വീട്ടിൽ വെച്ചല്ല, വ്യഭിചരിക്കാൻ പഠിക്കുന്നത് വീട്ടിൽ വെച്ചല്ല. ലക്ഷക്കണക്കിന് കൗമാരക്കാരികളായ ആളുകൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഗർഭിണികളാകുന്ന കാലമാണിത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണികളാകുന്ന കാലമാണിത്. സ്ത്രീകൾ വരെ, മുസ്ലിം സ്ത്രീകൾ വരെ കഞ്ചാവിന്റെ ഡീലറായ കാലമാണിത്. നമ്മുടെ നാട് അങ്ങനെയുള്ള നാടാണ്. മുസ്ലിം സ്ത്രീകളാണ് കഞ്ചാവുകൾ അതിന്റെ ഡീലർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. അങ്ങനെ ഒരു നാട്ടിൽ വെച്ചാണ് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, നമ്മുടെ മക്കൾക്ക് തെറ്റു ചെയ്യാൻ നമ്മൾ അവസരം ഉണ്ടാക്കാൻ പാടില്ല. അവരുടെ യുവത്വമാണത്, അവരുടെ യുവത്വമാണത്. യുവത്വമുള്ള സമയത്ത്, ചോരത്തിളപ്പുള്ള സമയത്ത് സാഹചര്യം കൂടി ഉണ്ടായാൽ അവർ വ്യഭിചരിച്ചേക്കും, അവർ കള്ള് കുടിച്ചേക്കും. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതെ നമ്മുടെ മക്കളുടെ സെന്റ് ഓഫിന്റെ ദിവസങ്ങളിൽ നിരീക്ഷണം നിർബന്ധമാണ്. ആരുടെ കൂടെ കാറിൽ കറങ്ങുന്നുണ്ട്, സ്കൂളിൽ എന്താണ് നടക്കുന്നത്, എപ്പോഴാണ് പോകുന്നത്, തിരിച്ചെപ്പോഴാണ് വരുന്നത്, അന്ന് കള്ളു കുടിക്കുന്നുണ്ടോ, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു നിരീക്ഷണം നിർബന്ധമായിട്ടും നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. പ്രത്യേകിച്ച് ഞാൻ എല്ലാ രക്ഷിതാക്കളോടും
ഉമ്മമാരോടും ഉമ്മമാരോടും പറയുന്നത്, നിങ്ങളോട് മക്കൾ ചോദിക്കുന്ന ചോദ്യം ഇതാണെങ്കിൽ എന്നെ വിശ്വാസമില്ലേ എന്ന ചോദ്യമാണ് മക്കൾ ചോദിക്കുന്നതെങ്കിൽ അവരോട് പറഞ്ഞോളൂ, നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് തെറ്റു ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കാതിരിക്കേണ്ടത്, നിന്നെ തെറ്റിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് നിന്നെ നിരീക്ഷിക്കാൻ കോളേജുകളിൽ ആളുണ്ട്, നിന്നെ നിരീക്ഷിക്കാൻ ക്ലാസ് റൂമുകളിൽ ആളുണ്ട്, നീ പോകുന്ന വഴി, നീ തിരിച്ചു വരുന്ന വഴി, അവിടേക്ക് നിരീക്ഷണം വേണം. മക്കളിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് നേരം കാണുമ്പോഴാണ്, ഒരാളെ നിരന്തരമായി കാണുമ്പോഴാണ് പ്രണയം തുടങ്ങുന്നത്. ഞാൻ പറയട്ടെ, കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ വഅദ് പറയാൻ പോയപ്പോ ആ നാട്ടുകാരനോട് പറഞ്ഞത്, ഈ നാട്ടിൽ ഒരു മാസത്തിൽ 10 വീടുകളിലാണ് അഭിഹിത ബന്ധം പിടിച്ചത് എന്ന്. ഒരൊറ്റ മാസത്തിൽ 10 വീടുകളിൽ 10 വ്യത്യസ്തമായ വീടുകളിലേക്ക് അഭിഹിത ബന്ധങ്ങൾ പിടിച്ചു എന്നാണ്. അഥവാ നാട്ടിലൊരു പണിയുമില്ലാത്ത ആളുകൾ രാത്രിയായാൽ ഭർത്താവില്ലാത്ത വീട്ടുകളിലേക്ക് കയറുന്നത് ഒരൊറ്റ മാസത്തിൽ 10 പേരെയാണ് പിടിച്ചത് എന്ന് ഒരു നാട്ടുകാരനോട് പറഞ്ഞു. ആ വിഷയം വഅദ് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇത്തരം അഭിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നത്? സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത്. ഗൾഫിലേക്ക് പോകുമ്പോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയല്ല, അതുപോലെ തന്നെ ഇവിടെയുള്ള ടാക്സി ഡ്രൈവർമാരെയല്ല ഏൽപ്പിക്കേണ്ടത്. എന്റെ ഭാര്യയെ നീ അങ്ങോട്ട് കൊണ്ടുപോകണം, ടൗണിലേക്ക് കൊണ്ടുപോകണം, വിളിച്ചാൽ വീട്ടിലേക്ക് പോകണം, അവനെന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ പറഞ്ഞാൽ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറയേണ്ടത് ടാക്സി ഡ്രൈവർമാരെയല്ല, അത് നിങ്ങളുടെ മഹ്റമീങ്ങളായ ആളുകളെയാണ്. അവർ നിരപരാധികളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളും ഇവിടെ തെറ്റ് ചെയ്യില്ല. ടാക്സി ഡ്രൈവർമാരായാലും ബസിന്റെ കണ്ടക്ടർമാരായാലും ഇനി മൊയ്ലാമാരായാൽ വരെ അവരാരും തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് സാഹചര്യം ഉണ്ടായാൽ തെറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. സാഹചര്യം ഇല്ലാതാക്കി കൊടുക്കലാണ് നമ്മുടെ കടമ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറ, ഒരാണും ഒരു പെണ്ണും ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യാൻ പാടില്ല. ഷോപ്പിലായാലും ശരി, ക്ലാസ് റൂമിലായാലും ശരി, വാഹനത്തിലായാലും ശരി, അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കുണ്ടാവാൻ പാടില്ല എന്ന്. കാരണം അയാൾ എത്ര മുത്തഖിയാണെങ്കിലും, ആ പെണ്ണെത്ര സൂഫി വര്യയാണെങ്കിലും പിശാച് മൂന്നാമനായി കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എത്രയോ ഗൾഫുകാരായ ആളുകൾ ടാക്സി ഡ്രൈവർമാരെയാണ് ഏൽപ്പിക്കുന്നത്. എന്റെ ഭാര്യ വിളിച്ചാൽ പോകണം, എന്തിനെ? അവിടെ കല്യാണത്തിന് കൊണ്ടുപോവാൻ, സ്കൂളിലേക്ക് മീറ്റിംഗിന് കൊണ്ടുപോവാൻ, വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ. അവരിൽ ആദ്യം ഒരു പ്രശ്നവും ഉണ്ടാവൂല. ഒന്നാമത്തെ യാത്ര കഴിയും, രണ്ടാമത്തെ യാത്ര കഴിയും, മാസങ്ങളോളം യാത്ര ചെയ്താലും ഒരു പ്രശ്നവും അവർക്കിടയിൽ ഉണ്ടാവൂല. പിന്നെ നിരന്തരമായി അവർ കാണുമ്പോ ആങ്ങളെയും പെങ്ങളെയും പോലെയായി. പിന്നെ അവർ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ അവർ ഫോൺ നമ്പറുകൾ കൈമാറും. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ കൈമാറും. ഈ പെണ്ണ് സേവ് ചെയ്യും, അയാളും സേവ് ചെയ്യും. എന്നിട്ട് പരസ്പരം സ്റ്റാറ്റസുകൾ കാണാൻ തുടങ്ങും. പിന്നെ രാത്രിയിൽ മെസ്സേജുകൾ അയക്കാൻ തുടങ്ങും. പിന്നെ മെസ്സേജും കൂടിയായാൽ ഫോൺ വിളിച്ച് സംസാരിക്കാനും തുടങ്ങിയാൽ പിന്നെ കാണാനും, എവിടെ വെച്ച് കാണണം, എങ്ങനെ വരണം, എങ്ങനെ കാണണം എന്നുള്ള തീരുമാനമായി. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. മഹ്റമീങ്ങളായ ആളുകളെയാണ് ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. മഹ്റമീങ്ങളായ ആളുകളെയാണ്. നിങ്ങളുടെ അനുജനെയല്ല ഏൽപ്പിക്കേണ്ടത്, നിങ്ങളുടെ പിതാവിനെ, ഭാര്യയുടെ പിതാവിനെ, ഭാര്യയുടെ ആങ്ങളെ, ഇങ്ങനെ മഹ്റമീങ്ങളായ ആളുകളെയാണ് നമ്മുടെ ഭാര്യമാരുടെ ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് പറയാനുള്ളത്, ഇനി സെന്റ് ഓഫിന്റെ കാലമാണിത്. ഇനി സെന്റ് ഓഫിന്റെ കാലമാണ്. ഇതാ മാർച്ചിലാണ് എക്സാം വരുന്നത്. അതിനിടയിൽ എല്ലാ സ്കൂളുകളിലും സെന്റ് ഓഫുകൾ ഒരേ വസ്ത്രം ധരിക്കണം എല്ലാവർക്കും. അതൊന്നും കുഴപ്പമില്ല, അതിനൊന്നുമല്ല ഞാൻ ഇവിടെ വിമർശിക്കുന്നത്. പക്ഷേ സെന്റ് ഓഫിന്റെ സമയങ്ങളിൽ നമ്മുടെ കലാലയങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾ, ഹറാമുകളാണ് നടക്കുന്നത്, വ്യഭിചാരങ്ങളാണ് നടക്കുന്നത്. എന്തിനേ, ഒരു പെണ്ണിനെ തൊട്ടാൽ വരെ, ഒരു പെണ്ണിനെ ചുംബിച്ചാൽ വരെ, ഒരു പെണ്ണിന്റെ കൂടെ യാത്ര ചെയ്യുന്നത് വരെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകൾ ഏൽക്കാൻ കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച പരിശുദ്ധമായ മതത്തിന്റെ അനുയായികളായ നമ്മൾ ഒരു ലജ്ജയില്ലാതെ, ഒരു നാണമില്ലാതെ രാത്രി സമയങ്ങളിൽ പോലും സെന്റ് ഓഫിന്റെ പേരിൽ 8:30 മണിക്ക് 9 മണിക്ക് അങ്ങാടികളിൽ ഒച്ചവെച്ച് ആവാസങ്ങൾ കാട്ടിക്കൂട്ടുന്നത്, ഹോട്ടലുകളിൽ പോകുന്നത്, വലിയ വലിയ ഹോട്ടലുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അത്തരം ഹോട്ടലുകളിലേക്ക് പോയി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഒരേ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്, എന്നിട്ട് അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്, എന്തൊരു വിശ്വാസമാണിത്,
എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ഇതൊക്കെ അനുവദിച്ചു തരാൻ കഴിയുന്നത്? ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ഈ ആഭാസങ്ങൾക്ക് അവസാനം വേണം, ഈ തോന്നിവാസങ്ങൾക്ക് അവസാനം വേണം. പതിവ്രതകളായ അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മമാര് വേണം. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇവിടെ വളർന്നു വന്നാൽ മാത്രമേ ഇനി വരുന്ന ജനറേഷൻ നന്നാവുള്ളൂ. നല്ലവരായ ഉമ്മമാരുണ്ടാവണം ഇവിടെ. അല്ലാഹുവിനെ പേടിയുള്ള തഖ്വയുള്ള വിദ്യാർത്ഥിനികൾ പഠിച്ചു വളരണം. എന്നാൽ അവരിൽ നിന്ന് മാത്രമേ നല്ലവരായ മക്കൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർ ജനിക്കുന്ന മക്കൾ അവരെക്കാരും അലങ്കോലം കാണിക്കുന്നവരായിരിക്കും. ഉമ്മ തന്നെ സെന്റ് ഓഫിന്റെ സമയത്ത് ശരീരം കൈമാറിയവൾ, ഉമ്മ തന്നെ സ്വന്തം ശരീരത്തിന് യാതൊരു നിയന്ത്രണം വെക്കാത്തവൾ, ആ ഉമ്മയിൽ നിന്നെങ്ങാനും എങ്ങനെയാണ് നല്ല മക്കൾ ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഇനി വരുന്ന ജനറേഷൻ, ഇനി വരുന്ന തലമുറ നല്ല മക്കളായി വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ത്രീകൾ നന്നാവേണ്ടതുണ്ട്. സ്ത്രീകളിൽ നിന്ന് അരുതായ്മകൾ ഉണ്ടാവാൻ പാടില്ല, സ്ത്രീകളിൽ നിന്ന് തോന്നിവാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സദസ്സിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. മഹാന്മാരായ സ്വഹാബാക്കളെയൊക്കെയുള്ള ഒരു സദസ്സിൽ വെച്ചാണ് ചോദിക്കുന്നത്, അയ്യുൽ മർഅതി ഖൈറുൻ, ഇവിടെയുള്ള സ്ത്രീകളിൽ ഏറ്റവും നല്ല പെണ്ണേതാണ്? പെണ്ണിന്റെ ലക്ഷണങ്ങൾ, പെണ്ണിന്റെ നല്ല ലക്ഷണം ഏതാണെന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് മറുപടി ഉണ്ടായില്ല. അപ്പോഴാണ് മഹാനായ അലി തങ്ങൾ സദസ്സ് പിരിഞ്ഞ ശേഷം നേരെ ഫാത്തിമയോട് പോയി ചോദിക്കുന്നുണ്ട്, ഫാത്തിമ, നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു പെണ്ണിന്റെ നല്ല ലക്ഷണം ഏതാണ് എന്ന്. അയ്യുൻ നിസാഇ ഖൈർ, സ്ത്രീകളിൽ ഏറ്റവും നല്ല പെണ്ണ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഫാത്തിമ, നീ ഒരു പെണ്ണല്ലേ, നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോഴാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഏറ്റവും നല്ല പെണ്ണ് എന്ന് പറയുന്നത് അല്ലാ യറൈന ദിജാല വലാ യറാഹുന്ന ദിജാൽ, അവൾ അന്യ പുരുഷന്മാരെ കാണാൻ പാടില്ല, അതേപോലെ അവളെ അന്യ പുരുഷന്മാര് നോക്കാനും പാടില്ല. ഇതാണ് നല്ല പെണ്ണ്. അന്യ പുരുഷന്മാരെ കാണാത്ത, അന്യ പുരുഷന്മാർക്ക് കാണാൻ അവസരം നൽകാത്ത, അഥവാ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ, അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ പൊതുജനങ്ങളുണ്ട്, അന്യ പുരുഷന്മാരുള്ള മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരം മുഴുവനും മറച്ചു നടക്കുന്ന പെണ്ണാണ് അവൾ. ശരീരം മുഴുവനും മറച്ചു നടന്നാൽ മതിയോ പോരാ, അവളുടെ കണ്ണുകൾ അന്യ പുരുഷന്മാരെ അലഞ്ഞു തിരിയാൻ പാടില്ല, അന്യ പുരുഷന്മാരെ കാണാനും പാടില്ല. അവൾ അന്യ പുരുഷന്മാരെ കാണരുത്, അന്യ പുരുഷന്മാർക്ക് കാണാനുള്ള അവസരവും നൽകരുത്. ഈ രീതിയിൽ ഏത് പെണ്ണാണോ വളരുന്നത് ആ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിൽ എത്ര പേർക്ക് ഈ യോഗ്യതയുണ്ട് എന്നാണ്? നിങ്ങളിൽ എത്ര പേർക്ക് ഈ യോഗ്യതയുണ്ട് എന്നാണ്? നിങ്ങൾ കുളിച്ച് അണിഞ്ഞൊരുങ്ങി നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങുന്നതിന്റെ ലക്ഷ്യം എന്താണ്? പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നതിന്റെ, ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ, ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നതിന്റെ, പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് സുന്ദരികളായി ഇറങ്ങുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തിയാൽ മതി. നിങ്ങൾ അന്യപുരുഷന്മാരെ കാണുന്നുണ്ടോ? അന്യപുരുഷന്മാരെന്നെ കാണണമെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയെ കുറിച്ച് അറിയില്ല, പക്ഷേ ചിന്ത മാത്രം നോക്കുന്ന ഒരാളുണ്ട്, അത് അല്ലാഹുവാണ്. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വേഷവിധാനങ്ങൾ വേണ്ട. ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്കല്ല, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളിലേക്കല്ല. വലാകിൻ ഇലാ ഖുലൂബികും, അല്ലാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്. പുറത്തിറങ്ങുന്ന ഒരു പെണ്ണിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അല്ലാഹുവിന് അറിയുന്നുണ്ട്. അതുകൊണ്ടൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇവിടെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സഹോദരിമാരും ഒന്ന് ആലോചിച്ചു നോക്ക്, അന്യ പുരുഷന്മാരെ കാണാറുണ്ടോ? അതേപോലെ അന്യ പുരുഷന്മാരെന്നെ നോക്കണമെന്നുള്ള ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവാറുണ്ടോ? വസ്ത്രം വാങ്ങാൻ കാസർഗോഡ് അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത്, പഠിക്കാൻ വേണ്ടി സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത്, മറ്റുള്ള ഫംഗ്ഷനുകളിലേക്ക് വരുന്ന സമയത്ത്, എന്തിനേറെ വഅദിന് പോലും വരുന്ന സമയത്ത്, വീട്ടിൽ വെച്ച് നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോ അന്യ പുരുഷന്മാർ എന്നെ കാണണം, എന്നെ നോക്കണം എന്ന നിയ്യത്ത്, എന്ന ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം.
ഉണ്ടോ? ആരോടും പറയണ്ട. ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിചിന്തനം നടത്തിയാൽ മതി. ഈ വസ്ത്രം ധരിക്കുന്നതിന്റെയും പൗഡർ ഉപയോഗിച്ചതിന്റെയും പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിചിന്തനം നടത്തിയാൽ മതി. എന്നിട്ട് മനസ്സിലാക്കുക നല്ല പെണ്ണാണോ അല്ലേ എന്ന്. ആ നിങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള അന്യപുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന പെണ്ണിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാവൂല, സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവൂല. ഇനി വരുന്ന ജനറേഷനിൽ, നല്ല തലമുറയിൽ, ഇനി വരുന്ന തലമുറയിൽ നല്ല മക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്റെ വാക്കാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കാണിത്. ഏറ്റവും നല്ല പെണ്ണെന്ന് പറയുന്നത് അല്ലാ യറൈനദ്ദിജാൽ വലാ യറാഹുന്നദ്ദിജാൽ. അവളും കാണാൻ പാടില്ല, അന്യപുരുഷന്മാർക്ക് കാണാൻ അവൾ അവസരം ഉണ്ടാക്കുകയും ചെയ്യരുത് എന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ.